നമസ്കാരം, ഞാൻ ഡോക്ടർ നിസാബ്, കോട്ടക്കൽ ആസ്ട്രമിംസിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ്. കോവിഡിൻ്റെ രണ്ടാം തരംഗം അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ തുടക്കകാലത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകൾ കണ്ടുവരുന്നുണ്ട്. ആദ്യകാലത്തിലൊക്കെ നമുക്കറിയാം, പ്രായാധിക്യമുള്ള ആളുകളിലും പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, കിഡ്നി രോഗം എന്നിങ്ങനെ മറ്റനുബന്ധ രോഗമുള്ള ആളുകളിലുമൊക്കെ ആയിരുന്നു കോവിഡ് കൂടുതലായി ബാധിച്ചതും ഗുരുതരാവസ്ഥയിലേക്ക് പോയതുമൊക്കെ. എന്നാൽ ഇന്ന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ചെറുപ്പക്കാരിൽ ഗുരുതരമായി കോവിഡ് ബാധിക്കുന്നത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആശുപത്രികളിലെ ICUകളും വെന്റിലേറ്ററുമൊക്കെ ചെറുപ്പക്കാരെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് ദിനംപ്രതി ഡോക്ടർമാരെ നമ്മളൊക്കെ കണ്ടുവരുന്നത്. അത് ഈ രണ്ടാം തരംഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രോഗലക്ഷണങ്ങളുടെ കാര്യത്തിലും ചില പ്രകടമായ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടുവന്നത് കോവിഡിൻ്റെ ലക്ഷണമെന്ന് പറയുമ്പോൾ പനി, ചുമ, തൊണ്ടവേദന, വയറിളക്കം, രുചി, മണം നഷ്ടപ്പെടുക എന്നിവയൊക്കെയായിരുന്നു. എന്നാൽ ഈ രണ്ടാം തരംഗത്തിൽ അധിക രോഗികൾക്കും ശക്തമായ പനി അധികം കാണുന്നില്ല. പനിയുള്ളവർക്ക് തന്നെ ഒരു നേരിയ പനി മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാന ലക്ഷണം കാണുന്നത് അകാരണമായ ഒരു ക്ഷീണവും തളർച്ചയുമാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടും കിതപ്പും ശക്തമായ ശരീരവേദന, ഇതൊക്കെയാണ് ഈ രണ്ടാം തരംഗത്തിൽ കൂടുതലായി കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ചില രോഗികളൊക്കെ ക്ഷീണവും കിതപ്പുമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കും, പനിയില്ലല്ലോ ഡോക്ടറെ, പിന്നെ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന്. എന്നാൽ ഞാനിവിടെ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾക്ക് അകാരണമായ ക്ഷീണവും തളർച്ചയും കിതപ്പുമുണ്ടെങ്കിൽ അത് കോവിഡിൻ്റെ ലക്ഷണമാകാം. നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ഹോം ഐസൊലേഷൻ, ഹോം ക്വാറന്റൈന് പോകുന്നൊരു പ്രവണത വല്ലാതെ കൂടി വരുന്നുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ സമീപിച്ച് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നമ്മൾ ഹോം ക്വാറന്റൈനിൽ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഹോം ക്വാറന്റൈനിൽ ചികിത്സ തുടരുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ, ക്ഷീണമോ തളർച്ചയോ ശ്വാസമുട്ടോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോം ഐസൊലേഷനിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾക്ക് ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ അവരതിനെ കാര്യമായിട്ട് എടുക്കാതെ നിസ്സാരവൽക്കരിച്ച് 4-5 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അപ്പോഴേക്കും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേജിൽ രോഗിയെ നമുക്ക് കിട്ടിയാൽ കൂടുതലായൊന്നും ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹോം ഐസൊലേഷനിൽ ചികിത്സ കഴിയുന്ന ആളുകൾക്ക് ചില നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തീർച്ചയായും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായത് സമീകൃതമായ പോഷകാഹാരം കഴിക്കുക എന്നുള്ളതാണ്. സമീകൃതമായ പോഷകാഹാരം എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയമാണ്. നമ്മൾ നോൺ വെജ് ഒഴിവാക്കുക, വെജിറ്റേറിയൻസും പച്ചക്കറികളും ഫ്രൂട്ട്സുമൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളം കുടിക്കുക, 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക, കിടക്കുന്ന സമയത്തൊക്കെ കമിഴ്ന്ന് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. മറ്റസുഖങ്ങൾക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും അത് നിർത്താൻ പാടില്ല. അമിതമായ ഉത്കണ്ഠയോ ടെൻഷനോ ഒന്നുമില്ലാതെ കൂളായിട്ട് വേണം, റിലാക്സ് ചെയ്ത് വേണം ഈ ക്വാറന്റൈൻ പീരീഡ് ഇരിക്കേണ്ടത്. അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും നല്ലതല്ല. ലഘുവായ ചില വ്യായാമങ്ങൾ, ശ്വസന പ്രക്രിയ പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും ഒരു പൾസ് ഓക്സിമീറ്റർ കരുതുക. ഇടയ്ക്കിടെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവിൽ പരിശോധിക്കുന്നതും നല്ല കാര്യമാണ്. ഇന്നിപ്പോൾ ലോകം മുഴുവനും ബാക്ക് ടു ബേസിക്സ് എന്ന ക്യാമ്പയിനിലാണ്. ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള മടക്കമാണ്. ഈ കൊറോണയുടെ അടിസ്ഥാന തത്വങ്ങൾ, കൊറോണ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ ശാരീരിക അകലം പാലിക്കലും ശരിയായ രീതിയിൽ ഫേസ് മാസ്ക് ധരിക്കലും ഇടയ്ക്കിടെ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കലുമാണ്. ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 4ാമത്തെ ആയുധം കൂടി ലഭ്യമായിട്ടുണ്ട്. അത് കൊറോണ വാക്സിനാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ 2 വാക്സിനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റഷ്യൻ നിർമ്മിതമായ സ്പുട്നിക് V എന്ന വാക്സിൻ കൂടി ലഭ്യമാവാൻ പോവുകയാണ്. മെയ് 1-ാം തീയതി മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമായി തുടങ്ങും. വാക്സിൻ എല്ലാവർക്കും എടുക്കാം. ആകെ 4 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് വാക്സിൻ എടുക്കാൻ പാടില്ലാത്തത്. അതിലൊന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, പിന്നെ മറ്റെന്തെങ്കിലും മരുന്നുകൾക്കോ ഇഞ്ചക്ഷനുകൾക്കോ വാക്സിനുകൾക്കോ ഗുരുതരമായ അലർജി മുമ്പ് ഉണ്ടായിട്ടുള്ള ആളുകൾ. ഗുരുതരമായ അലർജി എന്ന് പറയുമ്പോൾ സിവിയർ അനാഫിലാക്സിസ് എന്നാണ് അതിന് പറയുക. ഒരു ചെറിയ തടിച്ച് പൊങ്ങുന്നതൊന്നും തന്നെ
വാക്സിൻ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇനി അലർജിയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിഷ്യനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കുന്നതാണ് ഉചിതം. എല്ലാ വാക്സിനുകളും സുരക്ഷിതമാണ്. ഏകദേശം 80 മുതൽ 90% വരെയാണ് അതിൻ്റെ എഫിക്കസി അഥവാ വാക്സിൻ്റെ കാര്യക്ഷമത. നമുക്ക് വാക്സിൻ്റെ ക്ഷാമം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വാക്സിനാണോ ലഭ്യമാകുന്നത് അത് ഉടൻ തന്നെ എടുത്ത് സുരക്ഷിതരാകാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതേ വാക്സിൻ തന്നെ സെക്കൻഡ് ഡോസും എടുക്കേണ്ടതാണ്. കോവിഷീൽഡ് ആണെങ്കിൽ കോവിഷീൽഡ് തന്നെ സെക്കൻഡ് ഡോസ് എടുക്കണം. കോവിഷീൽഡ് ആദ്യ ഡോസിന് ശേഷം 6 മുതൽ 8 ആഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്. കോവാക്സിൻ ആണെങ്കിൽ 4 മുതൽ 6 ആഴ്ച കഴിഞ്ഞാണ് എടുക്കേണ്ടത്. ഈ റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ 3 ആഴ്ച കാലയളവിലാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്. നമ്മളാരും വാക്സിനെ ഭയപ്പെടേണ്ട, നമ്മൾ പേടിക്കേണ്ടത് വൈറസിനെയാണ്. ഈ വാക്സിനുകളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാക്സിൻ എടുത്ത ആളുകൾക്കും അസുഖം വരുന്നില്ലേ, പിന്നെ എന്തിനാണ് എടുക്കുന്നത് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാക്സിൻ നിർമ്മാതാവും തന്നെ എൻ്റെ വാക്സിൻ എടുത്താൽ 100% അസുഖം വരില്ല എന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് കോവിഡ് രോഗം വന്നാൽ ഗുരുതരമാകാതെ സംരക്ഷിക്കുക എന്നതാണ് വാക്സിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല. അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകളും അപകടങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് തടയുക എന്നതാണ് വാക്സിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ ചുരുങ്ങിയ അളവിലല്ല ഈ വാക്സിനുകളൊക്കെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് ഇത് കാര്യക്ഷമമാണോ എന്ന ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗത്തിൻ്റെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആദ്യം ഒരു കാൻഡിഡേറ്റ് വാക്സിൻ ഉണ്ടാക്കിയിട്ട് അത് മൃഗങ്ങളിൽ പരീക്ഷണം നടത്തി പിന്നെ മനുഷ്യരിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കാലവിളംബം ഉണ്ടാവാറുണ്ട്. കാരണം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണെങ്കിൽ അതിനുവേണ്ട അംഗീകാരങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നത് മറ്റൊരു കൂട്ടം വിദഗ്ധരാണ്. എന്നാൽ ഈ കൊറോണ മഹാമാരി കാലത്ത് ഈ 2 സമിതികളും വളരെ ഒത്തൊരുമയോടുകൂടി രാപ്പകൽ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാ വാക്സിനുകളും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം കാര്യക്ഷമമല്ലെന്ന വാദം അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായ ഈ 4 ആയുധങ്ങൾ കൊണ്ട് നമ്മൾ ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എത്രയും വേഗം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. Aster MIMS Kottakkal, we will treat you well.